റോഹിച്ചന്റെ ഭയങ്കര ഒരു പ്രണയ രംഗമാണിത്. ഇത് എവിടെ നിന്നാണ്? ഇത് ഫസ്റ്റ് കല്യാണം കഴിച്ച സമയത്ത് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മൂന്നാറോ എവിടെ പോയപ്പോ എടുത്ത ആന ഇടയാതിരുന്ന ഭാഗ്യം. ഓക്കെ, ഇതാണ് കല്യാണ ഫോട്ടോ. ഇതാണ് കല്യാണ ഫോട്ടോ. എന്തൊരു സംശയം. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ റോഹിച്ചൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞെട്ടിയതിനോട് റോഹിച്ചൻ പറഞ്ഞു ഒരു വീപ്പക്കുറ്റി പോലെ അവിടെ ഇരിക്കുകയാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഏതോ ടെലിവിഷൻ ഷോയിൽ അല്ലല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ തടി വെച്ചത് 64-65 കിലോയോളം വെച്ചു. ശരിക്കും ഇപ്പൊ ശരിക്കും എന്റെ 58 കിലോയാണ്. എത്ര കിലോയാണ്? 58. നമ്മുടെ ഷാറൂഖ് ഖാൻ പൊക്കുമ്പോ എത്ര കിലോ? ഈ 63 അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ചിലവരുടെ വിചാരം ഞാൻ എന്തോ 10-20 കിലോ കുറഞ്ഞ പോലെയാണ് ചിലരുടെ അടുത്ത് സംസാരിക്കുന്നത്. പൊക്കിയ ശേഷമാണ് ഈ കിലോ കുറഞ്ഞു വന്നത്. അങ്ങനെ വീണ്ടും വരുമ്പോ കേരളത്തിൽ വരുമ്പോ എന്നെ പൊക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ കുറച്ചത്. അതെന്തോ അങ്ങനെ മനസ്സിൽ തോന്നി, കുറച്ച് മെലിഞ്ഞാലോ. കാരണം ജീവിതത്തിലുള്ള നല്ല പ്രായത്തിലല്ലേ നമ്മൾ കുറച്ച് മെലിഞ്ഞിരുന്ന, പിന്നെ വയസ്സ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്രീം ഉപയോഗിച്ചോ മെലിഞ്ഞിട്ടോ കാര്യമില്ല. അപ്പൊ ഒരു ഉള്ള സമയത്ത് അത്യാവശ്യം നന്നായിട്ട് നടക്കാൻ എല്ലാരെ പോലെ ഞാൻ ആഗ്രഹിച്ചു, ഒന്ന് മെലിഞ്ഞു, അത്രേ ഉള്ളൂ. എത്ര പ്രാവശ്യം റിമി പിന്നീട് കണ്ടിട്ടുണ്ട്? ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഒരു ആഗ്രഹം. ഈ റോയ്സ് ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ ഇത് കാണിച്ചോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇല്ല, റോയ്സ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണുക, പാട്ട് കേട്ടോണ്ട് കിടന്നുറങ്ങുക, എന്റെ TV പരിപാടി മാത്രം കാണുക, അങ്ങനെയുള്ളൊരു. അതല്ല, അവനുമായിട്ട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുമോ? അതിന്റെ ആവശ്യം എന്താ? അവനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നും ഇല്ല. ഈ വീഡിയോ, ഈ ഷാരൂഖ് ഖാനായിട്ടുള്ള വീഡിയോയുടെ ഗുണം എനിക്ക് ഇപ്പൊ ഈ അടുത്തൊരു US പ്രോഗ്രാമിന് പോയപ്പോ ന്യൂയോർക്കിലാന്ന് തോന്നുന്നു, ബാഗ് എടുക്കാൻ നിന്നപ്പോഴത്തേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു ഇറാനിയനോ ഏതോ ഒരു ഭാഷക്കാരി എന്നെ എവിടെയോ ഞാൻ പറഞ്ഞു, എന്നെ എവിടെ കാണാനാ? ഞാൻ മലയാളിയാണോ? അല്ല. അപ്പൊ പിന്നെ എന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? യു ആർ എ സിംഗർ? ഞാൻ പറഞ്ഞു അതെ. ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അവരാ ഷാരൂഖ് ഖാൻ വീഡിയോ ഇവരത് കണ്ടിട്ടുണ്ട്, എന്നെ മനസ്സിലായി. ഇപ്പൊ ഇത് നമ്മള് ലോകത്ത് എവിടെ പോയാലും ഒരു ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം എടുക്കേണ്ട കാര്യം വരില്ല. ഇപ്പൊ എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എന്നെ നമ്മളെ അറിയത്തില്ല. മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലത്ത് പോലും ഈ ലോകത്ത് എല്ലായിടത്തും ഇദ്ദേഹത്തെ അറിയാവുന്നുണ്ട്. ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സിംഗർ ആണെന്നും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളാണെന്നും പറഞ്ഞ് നമുക്ക് അവിടുന്ന് സുഖമായിട്ട് തടി. മാത്രമല്ല, അവര് ഫ്ലൈറ്റിൽ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവരും.